ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ആദ്യം തന്നെ കാണിക്കുന്നത് വൈജയന്തിനെയാണ്. വൈജയന്തി സർവൻറ്റിനോട് പറയുന്നുണ്ട്, നീ എന്നെ ചേച്ചി എന്നൊന്നും വിളിക്കണ്ട, ഒന്നെങ്കിൽ മാഡമെന്നോ ഇല്ലെങ്കിൽ കൊച്ചമ്മ എന്നോ വിളിച്ചാൽ മതി. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബബിതയും കൃഷ്ണയും കൂടി കിച്ചണിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ കുഴപ്പമാണ്, അമ്മ എന്ത് ഈ പണിയൊക്കെ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഞാനല്ല ഇവിടുത്തെ പണിയൊക്കെ ഇനി ഈ സുനിധിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റ് ഇവിടെ വെച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ ഇനി ഇവള് നോക്കിക്കോളും. അപ്പോൾ കവിത ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഞങ്ങൾ ചെയ്തത് ഇപ്പം എന്താ കുഴപ്പം, ഞങ്ങളിതൊക്കെ ചെയ്തിരുന്നതല്ലേ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, നീ എന്നോട് എതിർത്ത് പറയാനൊന്നും നിൽക്കണ്ട, ഇനി ഞാൻ പറയുന്നത് പോലെ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഞാനാണ് ഈ വീട്ടിലെ കുടുംബനാഥ. ഇവിടെ ആര് വേണം, എന്ത് വേണം, ഇത് എന്തിൻ്റെ ആവശ്യമുണ്ട് എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. എൻ്റെ അഭിപ്രായത്തിനെതിരെ പറയാനൊന്നും നീ വരണ്ട എന്ന്. ഞാനാണ് ഈ വീട്ടിലെ കുടുംബനാഥ. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ഇനി എന്തെങ്കിലും പരിഷ്കാരങ്ങളുണ്ടോ ഇനി വീട്ടിൽ അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഇനിയും ഉണ്ട്. നിങ്ങളുടെ ഡ്യൂട്ടി പഠിക്കുക എന്നുള്ളതാണ്, നിങ്ങൾ നന്നായി പഠിച്ചാൽ മതി. ഇനി ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഇവിടെ ജീവിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും കാലത്ത് നിങ്ങളുടെ ചിലവിൽ ജീവിക്കേണ്ടി വന്നാൽ അന്ന് നിങ്ങൾ പറയണതൊക്കെ ഞാൻ കേട്ടോളാം. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, ഇപ്പം ഞാനാണ് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബബിത ദേഷ്യം വന്നിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് സർവന്റിനോട് പറയുന്നുണ്ട്, ഇന്ന് എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്തൊരാളോടും പോയി പറയരുത്, അങ്ങനെ പറഞ്ഞാൽ നിന്നെ ഞാൻ അവിടെ നിന്ന് പിരിച്ചു വിടുമെന്ന് പറയുന്നുണ്ട്. സർവൻറ്റ് പറയുന്നുണ്ട്, ഞാൻ അത്ര കാര്യമൊന്നുമല്ല, ഞാൻ മുന്നേ ജോലി ചെയ്തോടത്തൊക്കെ മാഡം ഒന്ന് അന്വേഷിച്ച് നോക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൃഷ്ണ അവിടെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, നിന്നോടും കൂടിയല്ലേ പറഞ്ഞത് പോയിരുന്ന് പഠിക്കാൻ, നീ എന്താ ഇവിടെ കാണാൻ നിൽക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഹാളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ കൃഷ്ണ ചോദിക്കുന്നുണ്ട്, അമ്മ എന്തൊക്കെ പരിഷ്കാരങ്ങൾ അവിടെ നടപ്പാക്കണത്, ഞാനും അലീന ചേച്ചിയും രോഹിതേട്ടനും ബബിത ചേച്ചിയും എല്ലാവരും കൂടി നല്ല രസമായിട്ട് അടുക്കളയിലെ ജോലിയെല്ലാം ചെയ്ത് വീട്ടിലെ പണികളെല്ലാം ചെയ്ത് വരികയായിരുന്നു. അമ്മ വന്ന് എല്ലാ കാര്യത്തിലും മാറ്റം വരുത്തിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, നിങ്ങൾ ഇനി മുതൽ അടുക്കളയിൽ കയറാനും പണിയെടുക്കാനും ഒന്നും നിൽക്കണ്ട, നിങ്ങളുടെ ഡ്യൂട്ടി പഠിക്കുക എന്താണ് അത് നിങ്ങളത് ഭംഗിയായിട്ട് ചെയ്താൽ മതി. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, ഇതെല്ലാം ചെയ്തിരുന്ന സമയത്തും ഞങ്ങൾക്ക് പഠിക്കാൻ സമയം കിട്ടിയിരുന്നല്ലോ, മുമ്പത്തേക്കാളും സമയം കിട്ടിയിരുന്നു. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഇപ്പോൾ കുറച്ചും കൂടി കൂടുതൽ സമയം കിട്ടുമല്ലോ, അപ്പോൾ നന്നായി ഇരുന്ന് പഠിച്ചോളാം. പിന്നെ രോഹിതിനെ കൊണ്ട് നിങ്ങൾ പണിയെടുപ്പിക്കണ്ട, അവനൊരു ആൺകുട്ടിയാണ്, ഞാൻ കണ്ടു നിങ്ങളുടെ ഡ്രസ്സെല്ലാം അവൻ അയൺ ചെയ്ത് തരുന്നത്, നിങ്ങൾ എന്തിനാ ഒരു ആൺകുട്ടീനെ കൊണ്ട് ഈ പണിയെല്ലാം എടുപ്പിക്കുന്നത്. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, രോഹിതേട്ടൻ നന്നായി എലിശ്ശേരിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കും, ഇതൊക്കെ അലീന ചേച്ചിയുടെ നിന്ന് പഠിച്ചതാ. വൈജയന്തി പറയാണ്, അലീനയുടെ പരിഷ്കാരങ്ങളൊക്കെ ഇനി ഇവിടെ വേണ്ട, ഇനി ഞാൻ പറയുന്നത് പോലെ ഇവിടെ നടന്നാൽ മതി. പിന്നെ രോഹിത്തിനെ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സൊക്കെ അയൺ ചെയ്യിപ്പിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, സഹോദരിമാരുടെ ഡ്രസ്സ് അയൺ ചെയ്തു എന്ന് വെച്ചിട്ട് ഇപ്പം എന്താ, അതുകൊണ്ട് ഇപ്പം എന്താ പ്രശ്നം, ആൺകുട്ടികൾ പണിയെടുത്താൽ ഇപ്പം എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. വൈജയന്തി പറയാണ്, എടി ആൺകുട്ടികൾ പണിയെടുത്താൽ നാളെ അവർ കല്യാണം കഴിക്കുമ്പോൾ വന്ന് കയറുന്ന പെണ്ണുങ്ങൾക്കും അവർ വെച്ചുണ്ടാക്കി കൊടുക്കേണ്ടി വരും. പിന്നെ അതേ സൗകര്യം എന്ന് പറയുന്നത് വന്ന് കയറിയ പെണ്ണുങ്ങളും നിൽക്കും. അപ്പോൾ അതൊക്കെ ഭാവിയിൽ തല്ലും വഴക്കും ബഹളമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൺകുട്ടികളെ കൊണ്ടൊന്നും പണിയെടുപ്പിക്കരുത്, നിങ്ങളുടെ അച്ഛനെ തന്നെ നോക്ക്, അങ്ങേര് ഈ അടുക്കളയിൽ കയറിയിട്ടൊരു ഗ്ലാസ് കഴുകുന്നെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബബിത വന്ന് ബാലേന്ദ്രനോട് പരാതി പറയുന്നുണ്ട്, അച്ഛൻ ഇതൊന്നും കാണുന്നില്ലേ, അമ്മ ഈ വീട്ടിൽ കാണിച്ചു കൂട്ടുന്നതൊക്കെ ആരോടും ചോദിക്കാണ്ടൊരു സർവ്വനിനെ വെച്ചു, പിന്നെ അലീന ചേച്ചി ചെയ്തിരുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ ഇനി പിന്തുടരണ്ട എന്നൊക്കെയാണ് പറയുന്നത്, സർവൻറ്റ് വെച്ചത് കഴിച്ചാൽ മതി എന്നൊക്കെ. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിൻ്റെ പ്രശ്നം എന്താ, ഇപ്പോൾ സർവൻറ്റ് വയ്ക്കുന്നത് കഴിക്കാൻ കൊള്ളില്ല എന്നാണോ, അതോ നിനക്ക് അടുക്കളയിൽ കയറി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണോ. അപ്പോൾ അവിത പറയുന്നുണ്ട്, അച്ഛൻ വിഷയം തിരിച്ചു വിടാൻ നോക്കണ്ട, അച്ഛൻ അറിയാലോ എന്താ ഇവിടുത്തെ കാര്യങ്ങളെന്ന്, അമ്മ പറഞ്ഞത് ശരി തന്നെയാണ്, അച്ഛൻ മുന്നേ അമ്മ പറയുന്നത് കേട്ട് അതിനൊക്കെ അനുസരിച്ച് നിന്നിരുന്ന ആളാണ്. ഇപ്പം അലീന ചേച്ചി വന്നതിന് ശേഷം അച്ഛൻ്റെ സ്വഭാവമൊക്കെ മാറി, തെറ്റാണെങ്കിലും അമ്മ പറയുന്ന എന്ത് കാര്യങ്ങളായാലും അച്ഛൻ കേട്ട് നിന്നിരുന്നു, ഒതുങ്ങി നിന്നിരുന്ന ആളാണ്, അതെന്താ അച്ഛൻ മാറിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ തോന്നും ഈ സാഹചര്യത്തിൽ നമ്മൾ മാറിയേ പറ്റൂന്ന്. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ മാറും. അത് എൻ്റെ കാര്യത്തിലും ഉണ്ടായി. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്താ? അപ്പോൾ നിങ്ങൾക്ക് രോഹിത്തും കൃഷ്ണയൊക്കെ എവിടെ ചോദിക്കും. അപ്പോൾ പറയും രോഹിത്തും കൃഷ്ണയൊക്കെ അവരവരുടെ റൂമിൽ പോയി കുത്തിരിക്കുക, ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ട വിഷമത്തിൽ സങ്കടത്തിൽ ഇരിക്കുക പറയും. അപ്പോൾ ബാലേന്ദ്രൻ പറയും, എന്നാൽ നമുക്ക് എല്ലാവരുടെയും സങ്കടം മാറ്റാം, നമുക്കൊരു ഔട്ടിങ്ങിന് പോവാന്ന് പറയും. എന്നാൽ ശരി എന്ന് പറയും. അപ്പോൾ ബബിതയ്ക്ക് വലിയ സന്തോഷമാവും. അപ്പോൾ എന്നിട്ട് പറയും, ഇപ്പോൾ ഇവിടെ അലീന ഉണ്ടായിരുന്ന സമയത്ത് അലീന എങ്ങനെയാണ് അവൾ ഓരോന്ന് പറയുമ്പോൾ അതിന് മറുപടി കൊടുത്തിരുന്നത്, അവളുടെ നല്ല പ്രവൃത്തി കൊണ്ടാണ് നിങ്ങളുടെ അമ്മയ്ക്ക് മറുപടി കൊടുത്തിരുന്നത്. നിങ്ങളും അതുപോലെ ചെയ്തു നോക്ക്, നിങ്ങളുടെ നല്ല പ്രവൃത്തി കൊണ്ട് നിങ്ങളുടെ അമ്മയ്ക്ക് മറുപടി കൊടുത്തു നോക്ക്, അപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ നമുക്ക് നോക്കാം. ബബിത പറയും, ഞാൻ നോക്കട്ടെ, ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോവും. സർവൻ്റ് ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ വൈജയന്തി ചോദിക്കും, ഇതെന്താടി വല്ല കല്യാണം ഉണ്ടോയെന്ന്. അപ്പോൾ സർവൻ്റ് പറയും, ഞാൻ ഉണ്ടാക്കിയിട്ട് ഒരാളും കുറ്റം പറയില്ല, ചൂടോടെ കഴിക്കാം, മാഡം എല്ലാവരെയും വിളിച്ചു കൊണ്ടുവരാൻ പറയും. അങ്ങനെ വിളിക്കാൻ പോകുമ്പോഴാണ് നമ്മുടെ ബാലേന്ദ്രനും ബബിതയും കൃഷ്ണയും രോഹിതൊക്കെ കൂടി റെഡി ആയി വരണത്. അപ്പോൾ ചോദിക്കും, നിങ്ങൾ കൂടി എങ്ങോട്ടാ പോണേ, ചോറിനേണ്ട സമയമല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഞങ്ങൾ ഔട്ടിങ്ങിന് പോവാം. ഈ ഉച്ച സമയത്താണോ ഔട്ടിങ്ങിന് പോണതും? ഇവിടെ ഈ സുനിത നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതൊന്നും കഴിക്കാണ്ടാണോ നിങ്ങൾ പോണെന്ന് ചോദിക്കും. അപ്പോൾ ബബിത പറയും, ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാം, എന്നെ പഞ്ചാബി ഹോട്ടലിൽ നിന്ന് അച്ഛൻ ബിരിയാണി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണം ഇവിടുത്തെ ചോറും കഞ്ഞിയൊക്കെ എപ്പോഴും കഴിക്കണതല്ലേ, ഈ ഓഫർ എപ്പോഴും ഉണ്ടാവില്ല, അച്ഛൻ ഒഴിവായതുകൊണ്ട് എന്തോ അച്ഛൻ അങ്ങനെ ഓഫർ തരാറില്ല, ഇന്ന് അച്ഛൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്തിനാ അത് വേണ്ടാന്ന് വെക്കുന്നത്, ഞങ്ങളെല്ലാവരും കൂടി ഔട്ടിങ്ങിന് പോകാറ്. അപ്പോൾ വൈജയന്തി രോഹിതിനോട് ചോദിക്കും, രോഹിത്തെ, നിനക്കും ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിക്കാൻ എത്ര ഇഷ്ടമാണോ ചോദിക്കും. നീ ഹോട്ടലിൽ നിന്ന് എപ്പോഴും കഴിക്കണതല്ലേ ചോദിക്കും. അപ്പോൾ രോഹിത് പറയും, എനിക്ക് ബിരിയാണി കഴിക്കാനല്ല, എനിക്ക് കുഴിമന്തിയാണ് അമ്മ ഇഷ്ടം എന്ന്. അപ്പോൾ ബാലേന്ദ്രനോട് വൈജയന്തി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലേ ഇന്ന് ഇവരെയും കൊണ്ട് ഔട്ടിങ്ങിന് പോണത് എന്ന് പറയും. അപ്പോൾ ബാലേന്ദ്രൻ മക്കളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എൻ്റെ കൂടെ ഔട്ടിങ്ങിന് വരണോ അതോ ഇവിടുന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണോ എന്ന്. അപ്പോൾ എല്ലാവരും പറയും, ഞങ്ങൾ വരുന്നുണ്ട് അച്ഛാ, നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് സർവൻറ്റിനോട്, ഇതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്ക്. അപ്പോൾ സർവൻറ്റ് പറയുന്നുണ്ട്, ഇതൊക്കെ ഇനി ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ കഴിക്കുമ്പോൾ രുചി ഉണ്ടാവുമോ കൊച്ചമ്മേ? അപ്പോൾ വൈജയന്തി പറയും, അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ, എല്ലാവരും കൂടി പോയാൽ ഞാൻ എന്ത് ചെയ്യാൻ, അതൊക്കെ എടുത്ത് തോട്ടിലെടുത്ത് എറിയാനാണ് എനിക്ക് തോന്നുന്നത്, ഫ്രിഡ്ജിൽ വെച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് വൈജയന്തി പോകും. അപ്പോൾ സർവൻ്റ് അവിടെ ഞാനെന്തിനാ കഴിക്കാണ്ടിരിക്കണമെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ വറുത്തതും പൊരിച്ചതൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മനുവിനെയാണ്. നമ്മുടെ അലീനെ വിളിക്കുന്നുണ്ട്. മനു ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, കേണൽ സ്റ്റാൻലി ജോസഫ് എന്ത് പറയുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ആൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമൊക്കെയാണ്, പക്ഷേ എന്ത് കാര്യത്തിലും ഒരു പട്ടാളക്കാരൻ കയറി വരും, പിന്നെ ഒരു പട്ടാള ചിട്ടിയാണ് എല്ലാ കാര്യത്തിലും. അപ്പോൾ ആൽമാന് പറയുന്നുണ്ട്, ആൾ പട്ടാളത്തിലായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ അവരുടെ സ്വഭാവത്തിലുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അപ്പം നമ്മുടെ ഗംഗാധരൻ അങ്കിളോ ആളും പട്ടാളത്തിലായിരുന്നില്ലേ, അങ്ങേര് റിട്ടയർഡായിട്ട് കുറേ ആയില്ലേ, പിന്നെ എന്താ നിൻ്റെ അടുത്ത പ്രശ്നം ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, പപ്പ എപ്പോഴും ഭയങ്കര കുടിയാണ്, പുറമേക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഉള്ളിലെങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ രജിത മമ്മി തന്നെ കുടിയൊന്നും ഇല്ലാത്ത ആളാണ്, എന്നിട്ടും ലിവർ ഡിസീസ് വന്നിട്ടാണ് മരിച്ചത്, അപ്പോൾ ഉള്ളിലെ അവയവങ്ങളുടെ കാര്യം നമുക്കറിയില്ലല്ലോ. പിന്നെ ഇവിടെ കുറേ ജോലിക്കാരുണ്ട്, അവരൊക്കെ തോന്നിയ പോലെയാണ്. അപ്പം മനു പറയുന്നുണ്ട്, അതൊന്നും നീ ഇപ്പം ഇടപെടണ്ട, ആദ്യം നിൻ്റെ നിലയുറപ്പിക്ക്, എന്നിട്ട് ആ കാര്യത്തിലേക്ക് ഇടപെട്ടാൽ മതിയെന്ന്. പിന്നെ കേണലിൻ്റെ പപ്പ വന്നിട്ടുണ്ട്, ഔതക്കുട്ടിച്ചായൻ. ആൾ ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ ഓടിക്കാൻ വേണ്ടി വന്നതാണ്, പക്ഷേ ഇപ്പം ഞാനും അങ്ങേരും ഒരു സെറ്റായി. അപ്പം മനു പറയുന്നുണ്ട്, അങ്ങേര് നീ കയ്യിലെടുത്തൂല്ലേ? അപ്പം അലീന പറയുന്നുണ്ട്, അതല്ല, അങ്ങേരുടെ വൈഫിൻ്റെ അതേ മുഖച്ഛായയാണ് ഞാൻ. അത് മാത്രമല്ല, ചിന്നമ്മ മരിച്ച ഒരു മാസത്തിന് ശേഷം അത്ര ഞാൻ ജനിച്ചത്. അപ്പം മനു പറയുന്നുണ്ട്, എന്നാൽ ചിന്നമ്മ നിന്നോടൊപ്പം ഉണ്ട്, നിന്നെ തുണച്ചത് ചിന്നമ്മയാണ്, നിൻ്റെ സസസ് ചിന്നമ്മയാണെന്ന് പറയും. അപ്പം ഞാൻ പറയും, എൻ്റെ സസസ് ആരുമല്ല, എൻ്റെ സസസ് രജിത മമ്മിയാണ്, അതിന് ശേഷമേ ഉള്ളൂ വേറെ ആരും, മറ്റാരും എന്ന് പറയും. അമ്മേനെ പറയും, ശരി, നീ സന്തോഷമായിട്ടിരിക്കുക എവിടെയാണെങ്കിലും, എന്നാൽ പിന്നെ വിളിക്കാമെന്ന് വെച്ചിട്ട് പറഞ്ഞിട്ട് ഫോൺ ഓഫ് ആക്കും.
പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രനും മക്കളും ഔട്ടിങ്ങിന് പോയ ശേഷം തിരിച്ചു വരികയാണ്. അപ്പോൾ ഇറങ്ങാൻ നേരം ബാലേന്ദ്രൻ മക്കളോടൊക്കെ പറയുന്നുണ്ട്, നമുക്ക് എന്നും ഇതുപോലെ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഇപ്പോൾ നിങ്ങളുടെ അമ്മയെ കാട്ടിക്കൂട്ടുന്നതൊക്കെ അവളുടെ ഈ വീട്ടിൽ പോയി ഭരണം തിരിച്ചു പിടിക്കാനും എന്നെ ഒരു മര്യാദ പഠിപ്പിക്കാനും വേണ്ടിയാണ്. അതൊക്കെ അവളുടെ തെറ്റായൊരു ധാരണയാണ്. പിന്നെ അലീന ഈ വീട്ടിൽ നിന്ന് പോയത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാലോ, ഈ വീട്ടിലെ പ്രശ്നങ്ങൾ തീരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവളുടെ ആയുധം, നിങ്ങളുടെ അമ്മയുടെ ആയുധം നിങ്ങളാണ്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി പെരുമാറണം എന്നാണ് ബാലേന്ദ്രൻ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്.